The fundamental theorem of work integrals. നമ്മൾ വർക്ക് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആറിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പൊട്ടൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്ന സെക്ഷൻ തുടങ്ങി. അതിനകത്ത് കൺസർവേറ്റീവ് ഫീൽഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. The fundamental theorem of work integrals നോക്കാം. Suppose that f bar is equal to f of x y z into I plus g into j plus h into k is a conservative field in some open region D containing the points x0, y0, z0 and x1, y1, z1, and that f of x1, y1, z1, f of x, y, z, g of x, y, z and h of x, y, z are continuous in this region. If f bar of xyz is equal to del phi of xyz and if C is any piecewise smooth parametric curve that starts at x0, y0, z0 and ends at x1, y1, z1 and lies in the region D, then integral over C f bar of xyz dr is equal to phi of x1, y1, z1 minus phi of x0, y0, z0. Or integral over C del phi dot dr is equal to phi of x1, y1, z1 minus phi of x0, y0, z0. നോക്കാം. അപ്പോൾ എഫ് ബാർ എന്ന് പറയുന്ന ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. ഇസ് കൺസർവേറ്റീവ് ആണ്. അത് കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡെൽ ഫൈ എഫ് ബാർ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആകുന്ന ഒരു സ്കെയിലാർ ഫംഗ്ഷൻ നമുക്കുണ്ട് കണ്ടെയ്നിങ് ദി പോയിൻറ്റ്സ്. അപ്പോൾ ആ ഇത് എവിടെയാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഒരു ഡി എന്ന് പറയുന്ന ഒരു ഓപ്പൺ റീജിയനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അവിടെയുള്ള പോയിൻറ്റ്സാണ് x0, y0, z0, x1, y1, z1. ഇനി എഫ് ഓഫ് എക്സ് വൈ സെഡ്, ജി ഓഫ് എക്സ് വൈ സെഡ്, എച്ച് ഓഫ് എക്സ് വൈ സെഡ് ആർ കണ്ടിന്യൂസ് ഇൻ ദിസ് റീജിയൻ. ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്യുക. ഇഫ് എഫ് ബാർ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആൻഡ് ഇഫ് സി ഈസ് എനി പീസ് വൈസ് സ്മൂത്ത് പാരാമെട്രിക് കർവ് ദാറ്റ് സ്റ്റാർട്ട്സ് അറ്റ് x0, y0, z0 and ends at x1, y1, z1 and lies in the region D, then integral over C f bar of x, y, z dr is equal to phi of x1, y1, z1 minus phi of x0, y0, z0. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതൊരു കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ ഉണ്ടല്ലോ, ആ റീജിയനിൽ കിടക്കുന്ന ഏത് രണ്ട് പോയിൻറ്റിലൂടെയും നമ്മൾ ഏത് പാത്തിൽ കൂടെ, രണ്ട് പോയിൻറ്റിനെ കണക്ട് ചെയ്യുന്ന ഏത് പാത്തിൽ കൂടെയും സി എന്ന് പറയുന്നത് ഇത്രയേ പറയുന്നുള്ളൂ. അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് x0, y0, z0, x1, y1, z1 ആണെന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ബാർ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ phi ഓഫ് x1, y1, z1 മൈനസ് phi ഓഫ് x0, y0, z0. അതായത് ഈ രണ്ടിനെ മാത്രം, എൻഡ് പോയിൻ്റ് മാത്രമല്ലേ ഇൻ്റഗ്രലിനകത്ത് കിടക്കും. phi ഓഫ് x1, y1, z1 മൈനസ് phi ഓഫ് x0, y0, z0. അപ്പോൾ x1, y1, z1, x0, y0, z0 സെയിം ആയിരിക്കുന്നിടത്തോളം ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എൻഡ് പോയിൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓർ ഇങ്ങനെ പറയാം, എഫ് ഡോട്ട് ഡി ആറിന് വരെ നമുക്ക് ഡെൽ ഫൈ എന്ന് കൊടുക്കാം. എഫ് ബാർ എന്ന് പറഞ്ഞാൽ ഡെൽ ഫൈ ആണല്ലോ. ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു phi ഓഫ് x1, y1, z1 മൈനസ് phi ഓഫ് x0, y0, z0. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ കൺസർവേറ്റീവ് ഫീൽഡ് എഫ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് സെഡ് ഐ പ്ലസ് എക്സ് സെഡ് ജെ പ്ലസ് എക്സ് വൈ കെ. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ഓഫ് എക്സ് വൈ സെഡ് എലോങ് ഇൻ സ്മൂത്ത് കർവ് സി ജോയിനിങ് ദി പോയിൻറ്റ്സ് -1, 3, 9 to 1, 6, -4. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് വർക്ക് ഇൻ്റഗ്രൽസ് അറിയാമെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഈ ഡെൽ എങ്ങനെയാണ് അത് വന്നതെന്ന് അറിയാം. ഡെൽ ഓഫ് സംഭവം നോക്കാം. ഡെൽ എഫ് ബാർ ഇസ് ഈക്വൽ ടു, ഇത് കണ്ടില്ലേ, ഇതെങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡെൽ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ ബൈ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ സെഡ് പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ആദ്യത്തെ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ്, രണ്ടാമത്തെ പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ, മൂന്നാമത്തെ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ്. അപ്പോൾ അത് ഓരോന്നും ഈ എക്സ് വൈ സെഡിനെ ഡോ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുമ്പോൾ എന്തുവാ, നമുക്ക് ഇവിടെ വൈ ഇസഡ് അല്ലേ കിട്ടുന്നത്. പിന്നെ അടുത്തതോ നമുക്ക് ഡോ ബൈ ഡോ വൈ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഇസഡ് കിട്ടും. അടുത്തത് നമുക്ക് എക്സ് വൈ കിട്ടും. ആദ്യം എഴുതിയിരിക്കുന്നതിന് മിസ്റ്റേക്ക് ഉണ്ടോ, ആദ്യത്തെ വൈ ഇസഡ് എന്നാണ് വരുന്നത് എഫ് ബാർ. നോക്കാം. ഇനി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ്, ഡെല്ലിന് ശേഷമുള്ള ആ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് എന്ന് എടുക്കുന്നു. ആക്ച്വലി അത് ഫൈ ആണ്, ഫൈ ആണ്, ഫൈ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. വി ഹാവ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ബാർ ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡെൽ ഫൈ ഡോട്ട് ഡി ആർ എന്ന് എഴുതാമല്ലോ. ആസ് എഫ് ബാർ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ.
ഈക്വൽ ടു 5 ഓഫ് 1 6 മൈനസ് 4a മൈനസ് 5 ഓഫ് -1 3 9 ആണ്. ഇത് 5 എന്ന് തന്നെ കേട്ടോ, അവിടെ മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ആദ്യമേ തന്നെ നമ്മൾ എഫ് അല്ല 5 ആണ്. ഡെൽ ഫൈ എഫ് ബാർ ഇസിക്കൽ ഡെൽ ഫൈ. അപ്പോൾ ഇത് 5 ആണല്ലോ, ഇവിടെ 5 എന്നാണ് വരുന്നത് കേട്ടോ, തിരുത്തിക്കണം. അപ്പോൾ ഇനി എന്താ, ബൈ ഫണ്ടമെൻ്റൽ തിയറം വെച്ചിട്ട് 5 ഓഫ് ഫൈനൽ പോയിൻറ്റ് മൈനസ് 5 ഓഫ് ഇനീഷ്യൽ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് 1 × 6 × -4 മൈനസ് -1 × 3 × 9. ആൻസർ 3 എന്ന് കിട്ടും. ഓക്കെ. ഇനി ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ഡിറ്റർമിനേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ. ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് ഡിറ്റർമിനേഷൻ ഓഫ് എ പൊട്ടൻഷ്യൽ. ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ I. കണ്ടല്ലോ, 3x² dxa പ്ലസ് C 3x² dx പ്ലസ് 3yz dy പ്ലസ് y² dz ഫ്രം a of 0 1 2 to b of 1 - 1 7 by showing that f bar has a potential. ഇത് ഇവാലുവേറ്റ് I എന്ന് പറയുന്ന ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം ഫ്രം എ തൊട്ട് ബി വരെ ബൈ ഷോയിങ് ദാറ്റ് എഫ് ബാർ ഹാസ് എ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കൊരു നേരത്തെ എഫ് ബാർ ഇസിക്കൽ ഡെൽ ഫൈ ആകുന്ന രീതിയിൽ ഒരു ഫൈ നമ്മൾ കണ്ടുപിടിച്ച് കാണിക്കണം. അപ്പോൾ പിന്നെ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് വർക്ക് ഇൻ്റഗ്രൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. ഇനി എഫ് ബാർ ഹാസ് എ പൊട്ടൻഷ്യൽ ഫൈ ഇഫ് എഫ് ബാറിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ എഫ് ബാർ ഇസിക്കൽ ഗ്രേഡ് ഫൈ, അതായത് ഡെൽ ഫൈ ആണല്ലോ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇൻറ്റു കെ. ഇനി എഫ് ബാർ തന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ എഫ് ബാർ. ഇനി ഓരോന്ന് ഇത് അങ്ങോട്ട് രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്യാം. എഫ് ബാർ ഇസിക്കൽ ഡെൽ ഫൈ ആണ്, എഫ് ബാർ തന്നിട്ടുമുണ്ട്. രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസിക്കൽ 3x², ഡോ ഫൈ ബൈ ഡോ വൈ ഇസിക്കൽ 2yz, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഇസിക്കൽ y². ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇസിക്കൽ 3x² എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ ഫൈ ബൈ ഡോ എക്സിനെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ് കിട്ടുക. ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x² dx പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് കിട്ടുമല്ലോ. അപ്പോൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും വൈ വിസിഡും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ് പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോഴും. പാർഷ്യൽ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ കാരണം നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നേക്കുന്നത്, അപ്പോൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ തന്നെ വേണം. ഇനി എക്സ് വേരിയബിളും ബാക്കി രണ്ടെണ്ണം കോൺസ്റ്റൻറ്റും. അപ്പം നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനായിട്ട് ഒരു ഫംഗ്ഷൻ ഓഫ്, നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരുമല്ലോ. അപ്പോൾ ഇവിടെ വൈ ഇസിനും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതും ഈ കോൺസ്റ്റൻറ്റിൻ്റെ കൂട്ടത്തിൽ വരാം. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റിനെ ജി ഓഫ് വൈ ഇസഡ് എന്ന് എടുക്കുന്നു. ഈക്വൽ ടു 3 × x² ഇൻ്റഗ്രൽ എന്താ, x³ 3. അപ്പോൾ 3 ക്യാൻസൽ ആകുമ്പോൾ x³ ആവും. x³ പ്ലസ് g of I z, where g of I z is an arbitrary function of y and z and not involving x. Now differentiating phi with respect to y. ഇനി ഈ ഫൈനെ with respect to y ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വി ഒബ്റ്റെയിൻ ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x³ 0 ആണ്, 0 പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ഇംപ്ലൈസ് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു പിന്നെ ഡോ ജി ബൈ ഡോ വൈ, ഡോ ജി ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ 2yz മേളിൽ കിട്ടിയിട്ടുണ്ട് കമ്പയർ ചെയ്തപ്പോൾ. ഇനി ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു ഡോ ജി ബൈ ഡോ വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ നമ്മൾ പാർഷ്യൽ ഇൻ്റഗ്രേഷൻ നടത്തുകയാണ്. അപ്പോൾ ജി കിട്ടും. ജി ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈക്ക് പകരം 2yz കൊടുക്കുക. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം 2y² ബൈ 2 ഇൻറ്റു ഇസഡ് പ്ലസ് ജി ഓഫ് ഡോ ജി ബൈ എച്ച് ഓഫ് ഇസഡ് എന്ന് വരാൻ കാര്യം നമ്മൾ പിന്നെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു, ജി ഓഫ് വൈ ഇസഡ് ആണ്. ജി ഓഫ് ഐ ഇസഡിനകത്ത് ജി ഓഫ് ഐ ഇസഡ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇസഡ് മാത്രമേ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ, അതായത് ഇസഡിനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരുമ്പം ഇസഡ് എച്ച് ഓഫ് എസ് എ ഫംഗ്ഷൻ ഓഫ് ഇസഡായിട്ട് വരുന്നു നമ്മൾ എടുക്കുന്നത്. കാരണം ഇസഡ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വരുമ്പോൾ അതിനകത്ത് ഇസഡും കൂടെ വരാം എന്നുള്ളൊരർത്ഥത്തിൽ ഒരു ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആയിട്ട് എഴുതുന്നു, എച്ച് ഓഫ് ഇസഡ്, വേർ എച്ച് ഇസ് എ ഫംഗ്ഷൻ ഇൻവോൾവിങ് ഇസഡ് എലോൺ. അപ്പോൾ ഈ പാർട്ടുകളൊക്കെ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക കേട്ടോ. ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായില്ലേ, ആവർത്തിച്ച് കേൾക്കുക.
ഹെൻസ് ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എ പ്ലസ് ജി ഓഫ് ഐ സെഡ് എന്താ ഇപ്പോൾ കിട്ടിയ വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് ഓഫ് ഇസഡ്. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇതിനെ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ. ഡോ ഫൈ ബൈ ഡോ ഇസഡ് കണ്ടുപിടിച്ചു. അപ്പോൾ വൈ സ്ക്വയർ എ പ്ലസ് എച്ച് ഡാഷ് ഈക്വൽ ടു നമുക്ക് ഡോ ഫൈ ബൈ ഡോ ഇസഡ് മേളിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് കിട്ടണമെങ്കിൽ എച്ച് ഡാഷ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എച്ച് ഡാഷ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ്. സേ എച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് യു പ്ലസ് വൈ സ്ക്വയർ സെഡ് പ്ലസ് എച്ച് എന്താണ്? 0 ആണ്. ദാറ്റ് ഈസ് ദർ ഇസ് എ സ്കെയിലർ ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് എഫ് ബാർ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. അപ്പോൾ നമുക്കൊരു സ്കെയിലർ ഫംഗ്ഷൻ ഫൈ കിട്ടും. സച്ച് ദാറ്റ് എഫ് ബാർ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ ആകുന്ന രീതിയിൽ നമുക്കൊരു സ്കെയിലർ ഫംഗ്ഷൻ ഫൈ കിട്ടുന്നുണ്ട്. ദർ ഈസ് എ സ്കെയിലർ ഫംഗ്ഷൻ ഫൈ സച്ച് ദാറ്റ് എഫ് ബാർ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ. നമ്മൾ അങ്ങനെ ഒരു ഫൈ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്ത് ഇക്വേറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പല പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തും ഡിഫറൻഷ്യേറ്റ് ചെയ്തൊക്കെയാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഡിഫറൻഷ്യേറ്റ് ചെയ്തില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ബൈ തിയറം ഐ ഈസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് ഫൈ ഓഫ് ഐ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഫൈനൽ പോയിൻ്റ് മൈനസ് ഫൈ ഓഫ് ഇനിഷ്യൽ പോയിൻ്റ് ആണ്. അപ്പോൾ ഫൈ ഓഫ് എന്താണ്? ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഫൈ ഇവിടെ ഉണ്ടല്ലോ, എക്സ് ക്യൂ പ്ലസ് വൈ സ്ക്വയർ സെറ്റ്, അതിനകത്തിലാണ് ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ ആൻസർ അത് നിങ്ങൾ കൊടുത്തു നോക്കുക കേട്ടോ, കറക്റ്റായിട്ട് കാണുന്നില്ല. 1 + 7 - 2 6 ആണെന്ന് തോന്നുന്നു ആൻസർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? എഫ് ബാർ ഈസ് ഈക്വൽ ടു ഡെൽ ഫൈ, അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ ഇസഡ് എഴുതി. എന്നിട്ട് ആദ്യത്തെ എടുത്തു, ഡോ ഫൈ ബൈ ഡോ എക്സ് എടുത്തു, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് ക്യൂബ് പ്ലസ്, അപ്പം വൈയും ഇസഡും ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് പിന്നെ അതിൻ്റെ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തിൽ വൈയും ഇസഡും കൂടെ വരാം, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മളതിനെ ഒരു ഫംഗ്ഷൻ ഓഫ് ഐ ആൻഡ് ഇസഡ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ എക്സ് യു പ്ലസ് ജി ഓഫ് ഐ ഇസഡ് എന്ന് എടുക്കുന്നു. ഫെയർ ജി ഓഫ് ഇസഡ് ഇസ് ആൻ ആർബിട്രറി ഫംഗ്ഷൻ ഓഫ് ഐ ആൻഡ് ഇസഡ് നോട്ട് ഇൻവോൾവിങ് ഇസ്. നൗ ഡിഫറൻഷ്യേറ്റിംഗ്, ഈ ഇപ്പോൾ കിട്ടിയതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഡോ ഫൈ ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു 0 + ഡോ ജി ബൈ ഡോ വൈ എന്ന് കിട്ടും. ഇനി ഡോ ഫൈ ബൈ ഡോ വൈ നേരത്തെ കിട്ടിയിട്ടുണ്ട്, അത് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ഫൈ കിട്ടും. അതിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്, എന്നിട്ട് വീണ്ടും അതെ പല പ്രാവശ്യം ഡിഫറൻസിയേഷനും വരുന്നുണ്ട്. വീണ്ടും നമ്മൾ പിന്നെ നേരത്തെ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഡോ ഫൈ ബൈ ഡോ ഇസഡുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എച്ച് ഡാഷ് ഈസ് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ അതിന് എച്ച് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ 0 ആണെന്ന് എടുക്കുന്നു. 0 കൊടുത്താലും നമ്മുടെ ഈ ഫൈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പിന്നെ ആ എച്ചിന് 0 കൊടുക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം എഫ് ബാർ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആയാൽ മതി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഈ 0യുടെ സ്ഥാനത്ത് ഏത് കോൺസ്റ്റൻറ്റ് കൊടുത്താലും നിങ്ങൾക്കത് കിട്ടും. അപ്പോൾ എഫ് ബാർ ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. അപ്പോൾ ബൈ തിയറം വെച്ചിട്ട് ഐ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ഫൈനൽ പോയിൻ്റ് മൈനസ് ഫൈ ഓഫ് ഇനിഷ്യൽ പോയിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത വർക്ക് ഇൻ്റഗ്രൽസ് എലോങ് ക്ലോസ്ഡ് പാത്ത്.